ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് വരളയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ കൂടുതലായിട്ടും കുരുമുളകും മല്ലിപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞങ്ങളിവിടെ 1.5 കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കർക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞങ്ങളിവിടെ ഒരു 3 സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൈ കൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തേക്കും ആ ഒരു മസാലയും അതുപോലെ തന്നെ ആ ഒരു ഉള്ളിയും എല്ലാം കൂടെ മിക്സ് ആക്കാം നമുക്ക്. അതിലേക്ക് ഇനി നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു 6 വിസിലോളം അടുപ്പിച്ചെടുക്കാം. ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടിയാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോവും. ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ മാറി റൂം ടെമ്പറേച്ചർ ആവുന്ന ടൈമിൽ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി റെഡിയാക്കാം കേട്ടോ. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ആയ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്ത ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഉടയാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ബീഫ് ഒരു 5-6 വിസിലിന് ശേഷം നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പ്രഷറൊക്കെ പോയ ശേഷം ഓപ്പൺ ആക്കി നോക്കി. ഒരു 6 വിസിലിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തക്കാളി ഇത് നല്ലോണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള മസാല പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കുരുമുളകിൻ്റെ ഒക്കെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മുടെ ആ മസാല പൗഡറും തക്കാളിയും നന്നായിട്ട് മിക്സ് ആയ ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബീഫും ഗ്രേവിയും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അത് നമ്മുടെ ബീഫ് വരള ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ ദോശയുടെ കൂടെ റൈസിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.